എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ വിദ്യോദയ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. വിദ്യോദയ സ്കൂളിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിൽ നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വീതിയുള്ള റോഡൊക്കെ ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീടിന്റെ എലിവേഷൻ നിങ്ങൾ നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു തവണ കണ്ടാൽ ഇഷ്ടം തോന്നുന്ന ഒരു മോഡലിലാണ്. എ ഷേപ്പ് വരുന്നുണ്ട്. അതേസമയം ഒരു ബോക്സി ടൈപ്പ് ആണ്. മുകളിലെ ഭാഗത്തൊക്കെ നോക്കിയാൽ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ബാൽക്കണിയിലെ ഹാൻഡ് റെയിൽസിന്റെ വർക്കുകൾ, അതുപോലെ കാർ പോർച്ച് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് പാനലിംഗ് വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈൻ ആണ്. ഗേറ്റ് നോക്കിയാണെങ്കിൽ സൈഡിങ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നല്ല വൈഡ് ആയിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ് വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഒരുപാട് വീടുകൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ നിന്ന് കാക്കനാട് തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ മാത്രം ദൂരം വരുന്നുള്ളൂ. ബാക്കിയുള്ള നല്ല സ്കൂളുകളൊക്കെ നോക്കുവാണെങ്കിൽ ചാർട്ടർ സ്കൂളും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളെല്ലാം വെറും 5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ, ഇടപ്പള്ളിയിലേക്ക് 8.5 കിലോമീറ്റർ, കളമശ്ശേരി കുസാറ്റിലേക്ക് 5.9, ആലുവ ഭാഗത്തേക്ക് 8 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 3.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകൾ യൂട്ടിലിറ്റി സൗകര്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നേരെ ഇതിന്റെ മുറ്റത്തേക്ക് നോക്കിക്കോളൂ. 3.5 സെന്റ് ആണെങ്കിൽ കൂടി 2 വലിയ കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ കാറ് കവേർഡ് ആയിട്ടുള്ള ഈ ഒരു റൂഫിന്റെ അണ്ടറിൽ സേഫ് ആയിട്ട് പാർക്ക് ചെയ്യാം. വളരെ വലിയൊരു കാർ പോർച്ച് തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ കാറ് ഒട്ടും തന്നെ വെയിലും മഴയും കൊള്ളില്ല. ഫ്ലോറിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാർ ഇവിടെയും, രണ്ടാമത്തെ കാറ് ഈ കാണുന്ന സ്പേസിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം. രണ്ടാമത്തെ കാറിന്റെ ഏകദേശം പകുതി ഭാഗത്തോളം നനയില്ല. അവിടെയും റൂഫ് കവേർഡ് ആണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് ഏരിയ സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നിങ്ങൾ കാണുന്നത് വർക്ക് ഏരിയ ആണ്. വീടിന്റെ റൈറ്റ് സൈഡിലും ഏരിയ സ്പേഷ്യസ് ആണ്. മെറ്റൽ സ്ട്രിപ്പ് ആണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിൽ നോക്കിയാലും സ്പേഷ്യസ് ആണ്. ഇവിടെയാണ് കിണർ വരുന്നത്. വർക്ക് ഏരിയയുടെ ഡോർ ആണ് കാണുന്നത്. KW വാട്ടർ ആണ് മറ്റൊരു ഓപ്ഷൻ. വീടിന് സ്പേഷ്യസ് ആയൊരു സിറ്റ് ഔട്ട് കിട്ടുന്നുണ്ട്. മെയിൻ ഡോർ വന്നിട്ട് ഈ കാണുന്ന ഭാഗത്ത് ഒറ്റപ്പാളിൽ ഇതുപോലൊരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റിലേക്കാണ് മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത്. വടക്കു പടിഞ്ഞാറ് ഭാഗത്താണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ഇതാണ്. 12.5 9.5 അടി ഫീറ്റിലാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് മൾട്ടിവുഡിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈനുകളോട് കൂടിയിട്ട് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും വരുന്നുണ്ട്. വിൻഡോസ് നോക്കുവാണെങ്കിൽ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം ഉടനായിട്ട് കവർ ചെയ്ത് നല്ലൊരു മോഡലിൽ തന്നെയാണ് വിൻഡോസ് വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ആവശ്യത്തിനുള്ള വർക്കുകളും ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളറാണ്. ചെറിയൊരു ബ്ലൂയിഷ് ഡിസൈൻ കൂടി അതിനകത്ത് വരുന്നുണ്ട്. ലിവിംഗിൽ നിന്ന് നിങ്ങൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ 12.10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഏരിയ നിങ്ങൾക്ക് ഇവിടെ ഡൈനിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് വരുന്നുണ്ട്. ഇതിന്റെ റൂഫ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് ഏരിയ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ട് ചെയ്തിട്ട് ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. വാഷ് ബേസിൻ ജെറയുടെയാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിൽ വെച്ചിട്ട് താഴെയൊക്കെ നോക്കിയാലും കബോർഡുകളാണ്. ബാക്കിയുള്ള വിൻഡോസ് നിങ്ങൾക്ക് വരുന്നത് സ്റ്റെയർകേസിന്റെ താഴെയുള്ള ഈ ഒരു ഭാഗത്താണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് നിങ്ങൾ ഓൾറെഡി കാണുന്നുണ്ട്. അതിന് താഴെയുള്ള ഭാഗം നോക്കിയാലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്റ്റെപ്സ് ഒക്കെ നോക്കിയാൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ ആണ് സേഫ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. കിച്ചൺ വരുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ്. എൻട്രൻസ് കംപ്ലീറ്റ് വുഡൻ ആയിട്ട് ചെയ്തിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂയിഷ് കളറിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും മിഡിൽ പോർഷനിൽ ഷെൽഫ് ഫെസിലിറ്റി, ഓപ്പൺ ഷെൽഫ് ഫെസിലിറ്റി ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് തന്നെ ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒരു ബ്ലൂയിഷ് കളർ വരുന്ന ടൈലാണ്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. വിൻഡോസ് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകൾക്ക് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫും സൈഡും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമുക്കിവിടെ താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്പേസ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. 12.12 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്.
രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കിട്ടുന്നത്. വാർഡ്രോബുകളൊക്കെ ഒരു നല്ല ഭംഗിയുള്ള ഒരു വുഡൻ കളറിലും ഡിസൈനിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിൽ ഓപ്പൺ ഷെൽഫുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഡോറിന്റെ മോഡൽ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകൾ എല്ലായിടത്തും തന്നെ ഫുഡ് ലാംപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയുള്ള ഡിസൈൻ വരുന്നത് കളർ കോമ്പിനേഷൻ ആണ് ടൈലുകൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. സ്റ്റെപ്പ് കയറി വന്ന ഭാഗത്ത് അതുപോലെ പെർഗോള മോഡൽ ഓപ്പണിംഗ് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫുഡ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. നേരെ വന്ന് നിൽക്കുന്ന ഈ ഒരു ഹാളിന്റെ ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് ഉണ്ട്. വലിയൊരു അപ്പർ ലിവിംഗ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ ആണെങ്കിൽ ഭംഗിയായിട്ടാണ് ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഹാളിൽ നിൽക്കുന്ന സമയത്ത് ആദ്യം വരുന്ന ഡോറ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ബാൽക്കണി നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫ് എല്ലാം കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് നല്ല ലെങ്തി ആയ ഒരു ബാൽക്കണിയാണ് കിട്ടുന്നത്. ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 12.5-9 ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂം സൈസ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. റൂഫിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗും ആണ് കിട്ടുന്നത്. വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറ് ഈ ഒരു മോഡലിലാണ് വരുന്നത്. താഴെ കണ്ട സെയിം ആ ഒരു ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമിലേക്ക് പോകുന്ന സമയത്ത് 12.5 അടി നീളവും 12.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. രണ്ട് ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിലും നല്ലൊരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് ആൻഡ് ബ്ലൂയിഷ് കളർ ഡിസൈനോട് കൂടിയ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം സ്പേഷ്യസ് ആണ്. ഫിറ്റിംഗ്സ് ജെറയുടെയാണ്. വീടിന്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കംപ്ലീറ്റ് റൂഫ് കവർ ചെയ്ത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ആണത്. നേരെ ചെന്നാൽ ടെറസ് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ഇടപ്പള്ളി പൂക്കാട്ടുപടി റൂട്ടിലാണ് ഈ ഒരു വീട് വരുന്നത്. ബസ് റൂട്ടിനൊക്കെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് വരുന്നത്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ് വരുന്നത്. 3.5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിലാണ്. 3.5 സെന്റ് ഓഫ് ലാൻഡിൽ 1700 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ഒരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ചുറ്റിനും നിറയെ വീടുകളുള്ള ഏരിയ ആണ്. എടുത്തു പറയേണ്ടത് 3.5 സെന്റ് ലാൻഡ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് 2 വലിയ കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. വെൽ വാട്ടറും KW വാട്ടറും ഒക്കെ അവൈലബിൾ ആണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ഒരു വീടിന് 80 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 80 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ സൗകര്യത്തോടു കൂടി ഈ കാണുന്ന വീട് സ്വന്തമാക്കാൻ മാർബിൾ ഹോംസ് സഹായിക്കുന്നതാണ്. സ്ക്രീനിൽ നമ്പറുകളുണ്ട്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് കോൾ എടുത്തില്ല എങ്കിൽ നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഞങ്ങളുടെ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് എന്ന നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്തിട്ടാൽ ഞങ്ങൾ ഉടനെ തന്നെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടും വൈകണ്ട, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.